ലോകേഷ് കനകരാജ് ഡയറക്ഷനിൽ രജനി ലീഡിൽ മൾട്ടി സ്റ്റാർ കാസ്റ്റിൽ അത്യാവശ്യം IPL റിലീസിനെത്തിയ സിനിമയായിരുന്നു കൂലി. എന്നാൽ പ്രതീക്ഷിച്ചത്ര നല്ല റെസ്പോൺസ് അല്ല പടത്തിന് വന്നത്. പടം ഒരു ബിലോ ആവറേജിൽ ഒതുങ്ങിപ്പോയി. ഓരോ പടം കഴിയും തോറും അപ്ഗ്രേഡ് റെക്കോർഡും ബോക്സ് ഓഫീസ് നമ്പേഴ്സും ഒക്കെ ലോകിക്ക് ഇത്തവണ കൂലിയിൽ മിസ്സായി. പടം റിലീസായി ഒരാഴ്ച ആകുമ്പോൾ തന്നെ എല്ലായിടത്തും ഒരുവിധം വാഷ് ഔട്ടിന്റെ അടുത്തെത്തി. ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ ഇനിയൊരു ഗ്രോത്ത് ഇമ്പോസിബിൾ ആണ്. പടത്തിന്റെ റണ്ണൊക്കെ ഏകദേശം അവസാനിക്കാറായി. അങ്ങനെ കൂലി സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടും ബോക്സ് ഓഫീസ് വേർഡിക്റ്റും ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. കൂലി സിനിമ റിലീസായി 7 ദിവസം കഴിയുമ്പോൾ പടം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇതുവരെ നേടിയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 113 കോടിയാണ്. ആന്ധ്ര തെലങ്കാന ഇതുവരെ 57 കോടി, കർണാടക 34 കോടി, കേരള 23 കോടി, നോർത്ത് ഇന്ത്യ 35 കോടി, ഓവർസീസിൽ നിന്ന് 156 കോടി. അങ്ങനെ മൊത്തത്തിൽ കൂലി സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 416 കോടി മാത്രമാണ്. തിയേറ്ററിക്കൽ ബിസിനസ് വൈസ് നോക്കിയാൽ ഓവർസീസിൽ ഒഴികെ ഇന്ത്യയിൽ ഹോം സ്റ്റേറ്റിലടക്കം കൂലി ഒരു ഫ്ലോപ്പാണ്. കാരണം കൂലിയുടെ തിയേറ്ററിക്കൽ ബിസിനസ് മാത്രം 300 കോടിക്ക് മുകളിലായിരുന്നു. തിയേറ്ററിക്കൽ റൈറ്റ്സ് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ 110 കോടി, ആന്ധ്ര തെലങ്കാന 40 കോടി, കർണാടക 30 കോടി, കേരള 16 കോടി, ഓവർസീസ് 85 കോടി, പിന്നെ നോർത്ത്. അങ്ങനെയാണെങ്കിൽ ലോകേഷ് കനകരാജിന്റെ കരിയറിൽ ബോക്സ് ഓഫീസിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ് കൂലി. AK-64 ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന അജിത് സിനിമയാണ് AK-64. ഗുഡ് ബാഡ് അഗ്ലി ഫാൻസിന് വേണ്ടിയുള്ള ഒരു സെലിബ്രേഷൻ മോഡ് പടമായിരുന്നെങ്കിൽ ഇത് കുറച്ച് വേറെ മാതിരി പടമാണ്. ബില്ല മോഡിൽ വരുന്ന ഒരു ആക്ഷൻ ഗാങ്സ്റ്റർ സിനിമയാണ്. പടത്തിന്റെ മ്യൂസിക് അനിരുദ്ധാണ്. AK-64ന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഇപ്പോ ഫൈനൽ സ്റ്റേജിലാണ്. സെപ്റ്റംബറിൽ പടത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിൽ അജിതിനൊപ്പം മറ്റൊരു ലീഡിൽ മലയാളത്തിൽ നിന്ന് നമ്മുടെ ലാലേട്ടനും വരാൻ പോവുകയാണ്. ലാലേട്ടൻ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ലാലേട്ടന്റെ തീരുമാനത്തിനായി AK-64 ടീം ഇപ്പോ വെയിറ്റിംഗിലാണെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. AK-64 കൂടാതെ 6ഓളം വലിയ തമിഴ് സിനിമകളുടെ ഡിസ്കഷനിലാണ് ലാലേട്ടൻ ഇപ്പോൾ ഉള്ളത്. ലാലേട്ടന്റെ അടുത്ത തമിഴ് റിലീസ് ജയിലർ 2 ആണ്. സൂര്യ 47 സൂര്യ നായകനാക്കി മലയാളം ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന ആക്ഷൻ കോമഡി സർവൈവൽ ത്രില്ലർ ആണ് സൂര്യ 47. അനൗൺസ്മെന്റിന് മുമ്പേ ആക്ഷൻ കോമഡി സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം. കാരണം പടത്തിന്റെ ഒരു 1 ലൈൻ സ്റ്റോറി ഇപ്പോ പുറത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ആവേശത്തിന്റെ 1 ലൈനും ഇതേപോലെ കറക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പോ 1 ലൈൻ ഇതാണ്: ഒരു കലിപ്പ പോലീസുകാരൻ കയ്യിലിരിപ്പ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. എന്നിട്ട് അവൻ ഇവിടെ വന്ന് അതിലും വലിയൊരു വള്ളി പിടിക്കുന്ന കഥയാണ് സൂര്യ 47 സിനിമയുടേത്. ആക്ഷൻ ത്രില്ലറിനൊപ്പം കുറച്ച് കോമഡി കൂടി ഉണ്ടെങ്കിൽ നല്ല വൈബോണമായിരിക്കും. ജനനായകൻ ദളപതി വിജയ് നായകനാക്കി വിനോദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ. പടത്തിന്റെ അവസാനഘട്ട ഡബ്ബിംഗ് പരിപാടികളാണ് ഇപ്പോ നടന്നു വരുന്നത്. റിലീസ് ജനുവരി 9 പൊങ്കലിന്. ഇപ്പോ ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിളിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ സെപ്റ്റംബർ മിഡിൽ റിലീസ് ചെയ്യും. കൈദി 2 കൂലിക്ക് ശേഷം ലോകേഷ് കനകരാജിന്റെ അടുത്ത ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് കൈദി 2 ആണെന്ന് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തൊരു കാര്യമായിരുന്നു. എന്നാൽ ആഫ്റ്റർ കൂലി റിലീസ് അതിന് ഓപ്പോസിറ്റ് ആയ റൂമർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൈദി 2 വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു. പകരം ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്നത് രജനികാന്തിനെയും കമൽഹാസനെയും വെച്ച് ഒരു ഡുവൽ ഹീറോ ഗാങ്സ്റ്റർ സബ്ജക്റ്റ് ആണെന്ന് 2-3 ദിവസം മുമ്പാണ് ഇങ്ങനൊരു അപ്ഡേറ്റ് വന്ന് പെട്ടെന്നൊന്ന് കത്തി കയറിയത്. അപ്പോൾ ഇതിനെപ്പറ്റി കേട്ടപാടെ വീഡിയോ എന്നതിന് പകരം അതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാവുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ കൈദി 2-ന് പകരം ലോകേഷ് ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്ന അപ്ഡേറ്റ് വരുന്ന രജനി കമൽ പടം ഇപ്പൊ പെട്ടെന്ന് പൊട്ടി മുളച്ചൊരു പടമല്ല. വിക്രം ഷൂട്ട് നടക്കുന്ന ടൈമിലാണ് ലോകേഷ് ശരിക്കും ഈ പ്രോജക്റ്റ് ആദ്യം ഓൺ ആക്കുന്നത്. അന്ന് വിക്രം റിലീസ് പോലും ആയിട്ടില്ല. അന്ന് ലോകേഷ് ഇന്നത്തെ പോലെ തമിഴിൽ അത്ര വലിയ ബ്രാൻഡ് ഡയറക്ടർ ഒന്നും അല്ല. എടുത്തു പറയാൻ കൈദി മാസ്റ്റർ മാത്രമേ ഉള്ളൂ. വിക്രം ഒന്നും റിലീസ് പോലും ആയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ കമൽ രജനി ഇവരെ രണ്ടുപേരെയും വെച്ചൊരു പടം അത്ര പോസിബിൾ അല്ല. എന്നാലും പ്രോജക്ട് ഏറെക്കുറെ നടക്കുമെന്ന ടൈമിലാണ് രണ്ടാമത്തെ കോവിഡ് വന്ന് വീണ്ടും ലോക്ക്ഡൌൺ ആവുന്നത്. അങ്ങനെ ആ പ്രോജക്ട് ബിഗിനിങ്ങിൽ തന്നെ ഡ്രോപ്പ് ആയി. പകരം ലിയോയും കയറി വന്നു. ഇപ്പോ കൂലിക്ക് ശേഷം പൊങ്ങി വന്നിരിക്കുന്നതും അതേ പ്രോജക്ട് തന്നെയാണ്. ഇനി ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് പറഞ്ഞാൽ, അതായത് കൈദി 2ന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു ക്ലാരിറ്റി ഇല്ല.
കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് കൈതി 2ന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. രത്നകുമാർ അടക്കമുള്ള ടീം ഇപ്പോ കൈതി 2ന്റെ പ്രീ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുക. കൂലി റിലീസിന് 3 ദിവസം മുമ്പ് വരെ, അതായത് കഴിഞ്ഞ ആഴ്ചയും കൂടെ ലോകേഷ് ഇന്റർവ്യൂല് വന്ന് പറഞ്ഞത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് കൈതി 2 എന്ന് തന്നെയാണ്. അപ്പോ ഈ ഒരാഴ്ച കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. കൈതി 2 പോസ്റ്റ്പോണ്ട് ആയെന്ന് പല ഒഫീഷ്യൽ പേജുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഇത്രയും കൊല്ലം എടുത്ത് ബിൽഡ് ചെയ്ത പ്ലാനൊന്നും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മാറ്റം വരുത്തുന്ന ഒരാളല്ല ലോകേഷ്. അഥവാ കേട്ട വാർത്ത ശരിയാണെങ്കിൽ, അതായത് അവസാന നിമിഷം കൈതി 2 വീണ്ടും മാറ്റിവെച്ചെങ്കിൽ കൂലിയുടെ പരാജയം ലോകേഷിനെ നല്ല പോലെ ഹേർട്ട് ചെയ്തതാണ്. ഇങ്ങനൊക്കെ അപ്ഡേറ്റ് വന്ന് മറിയുന്നുണ്ടെങ്കിലും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ലോകേഷിന്റെ നെക്സ്റ്റ് കൈതി 2 തന്നെയാണ്.